മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖ വില കൂടിയ കുറെ സമ്മാനങ്ങളും നെക്ലസും ഒക്കെ മഹിക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇതെല്ലാം ഇഷ്ടമായോ എന്ന ലോകയുടെ ചോദ്യത്തിന് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, അത്രയ്ക്കും വില കൂടിയ സാധനങ്ങളില്ലേ ഇതൊക്കെ, പക്ഷെ എന്റെ അനിയത്തിക്ക് ഇതൊന്നും കണ്ടാൽ സഹിക്കില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട് മഹിയുടെ അനിയത്തിയെ കുറിച്ച്. ഉണ്ണിയും അങ്ങനെ തന്നെയാണ്, സമ്പത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും കണ്ണേട്ടന്റെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ മനസ്സിൽ തട്ടിയ സ്നേഹമൊന്നും ആർക്കും ഇല്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ ഇപ്പോ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് മഹി പറയുന്നതും കണ്ണേട്ടനോടുള്ള മഹിയുടെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ഡോക്ടറുടെ ചികിത്സ കൊണ്ട് കണ്ണേട്ടനെ ഒന്ന് പിടിച്ചു നടത്തിക്കാനെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യവും ഇല്ല. മഹി കാരണം അങ്ങനെ ഒരു മിറാക്കിൾ കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് രേഖ. നിങ്ങൾക്കൊരു കുഞ്ഞും ജനിക്കട്ടെ, അങ്ങനെ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾക്കും ചേർത്ത് പിടിക്കാലോ എന്നെല്ലാം ലേഖ പറയുന്നുണ്ട് മഹിയോടായിട്ട്. തുടർന്ന് എന്റെ ഷെൽഫിൽ ഇനിയും കുറെ സമ്മാനങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ കൂട്ടിക്കൊണ്ട് പോവാണ് ലേഖ. തുടർന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ചിന്ത കൂടിയോ എന്ന് ലേഖ ചോദിക്കുമ്പോ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കുമ്പോ അത് ഇഷ്ടപ്പെടാത്ത ആരുണ്ട് ലേഖ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. മഹി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് മഹിക്ക് അതിനുള്ള ദൈവങ്ങളോടും അതെല്ലാം ചോദിച്ചൂടെ എന്ന് ലേഖ ചോദിക്കുമ്പോ അർഹിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് ശ്വാസം മുട്ടും. എന്റെ കണ്ണേട്ടൻ എന്റെ കൂടെ എന്നും ദീർഘായുസോടെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന എന്നും മഹി പറയുന്നുണ്ട് കേട്ടോ ലേഖയോട്. അതിനുശേഷം കാണിക്കുന്നത് കലിതുള്ളിയിരിക്കുന്ന കരുണയാണ് കേട്ടോ. ഇതേ സമയം ഉണ്ണി വന്നിട്ട് നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചിരിക്കുകയാണോ, അവര് തിരിച്ചു വരുമ്പോ അനന്തേട്ടനും ലേഖ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടുണ്ടാകും, ഫോറിൻ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയും കിട്ടും, എങ്കിലും വില കൂടിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്നെല്ലാം ഉണ്ണി പറയുമ്പോ ഇതൊരു അഡ്വാൻസ് ആയിട്ട് പറയുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കണ്ണ് തള്ളാതിരിക്കാൻ അല്ലെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് പേരിന് USA-നോ യൂറോപ്പിനോ എന്തിനെ ഗൾഫിൽ നിന്നുള്ള ഒരു സുഹൃത്തിനെ പോലും കാണിച്ചു തരാൻ ഉണ്ണിയേട്ടന് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഫോറിൻ സാധനം എനിക്കെന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ടോ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായിട്ടും വേണ്ടത് അവളുടെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവിന്റെ സ്നേഹമാണ്, അത് ഞാൻ ഇഷ്ടം പോലെ നിനക്ക് തരുന്നില്ലേ കരുണ എന്ന് ഉണ്ണി ചോദിക്കുമ്പോ സ്വന്തം ഭർത്താവിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ അവൾക്ക് അവൻ സ്നേഹം വാരി കോരി കൊടുക്കുമ്പോ അവളുടെ വിശപ്പ് മാറുമോ? സ്നേഹം, കുഞ്ഞുങ്ങൾ, സമ്മാനം ഇതെല്ലാം കൂടി ചേരുമ്പോഴേ ദാമ്പത്യം പൂർണ്ണമാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. നിന്റെ ചേച്ചിക്ക് ഒരു ആനയെ വാങ്ങി കൊടുക്കാൻ ചിലപ്പോ കണ്ണേട്ടന് സാധിച്ചെന്നിരിക്കും, പക്ഷെ അതിന്റെ ആനപ്പുറത്ത് കയറാൻ കണ്ണേട്ടന് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കുന്നെല്ലാം ഉണ്ണി പറയുമ്പോ നാലാളുടെ മുന്നിൽ ഭർത്താവ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കാൻ പറ്റിയ ആളെ തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോ സ്വന്തം കഴിവുകേട് മൂടി വെക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ മണ്ടൻ ന്യായങ്ങൾ പറയും. അതിന് നല്ല മിടുക്കാണ്. കണ്ണേട്ടന്റെ വെറും നിഴല് മാത്രമാണ് എന്റെ ഭർത്താവ്, അയാൾക്ക് നേരെ നിന്നൊന്ന് വിരൽ ചൂണ്ടാനോ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനോ എന്റെ ഭർത്താവിന് കഴിയില്ല. ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, അതാണ് എന്റെ കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ശരിക്കും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് അനന്തുവാണെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് ഡിക്കിയിൽ വെക്കുകയാണ്. ലേഖ നിന്റെ മഹിയോട് സംസാരിച്ചതിൽ നിന്നും അവളുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കി എന്നെല്ലാം അനന്ത് പറയുമ്പോ ഇപ്പൊ നിന്റെ സംശയം തീർന്നല്ലോ എന്ന് കണ്ണൻ ചോദിക്കുന്നതും എങ്കിലും ചെറിയ കരട് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടി എന്തിനാ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെയാണ് എന്റെ സംശയം എന്നെല്ലാം അനന്ത് പറയുമ്പോ അവിടെ നിനക്കൊരു തെറ്റുപറ്റി, സ്വന്തം വീട്ടിൽ തളയ്ക്കപ്പെട്ടവളായിരുന്നു മഹി, സ്വന്തം അനീതിയുടെ പാദസേവ ചെയ്താണ് അവള് ജീവിച്ചത്, ഞങ്ങളുടെ വിവാഹശേഷമാണ് അവൾ അല്പമെങ്കിലും ഫ്രീ ആയത് എന്നെല്ലാം കണ്ണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് നിനക്ക് പരിക്കൊന്നും പറ്റരുത്, എനിക്കും ലേഖയ്ക്കും അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഇതേ സമയം ലേഖയും മഹിയും കൂടി വരികയാണ്. സാധനങ്ങളെല്ലാം ഡിക്കിയിൽ എടുത്ത് വെച്ചില്ലേ എന്ന് ലേഖ ചോദിക്കുമ്പോൾ വെച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഇന്ന് തന്നെ ഈ മുത്തിനെ കൊണ്ടുപോവാണോ എന്ന് ലേഖ കണ്ണനോട് ചോദിക്കുമ്പോ ഇനി കുറച്ചു ദിവസം ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ടും വരണമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അവിടെ ചില ദുർഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നതിന് പകരം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് എന്ന് അനന്തവും പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ വരാമെന്ന് മഹിയും സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് തോമസ് വൈദ്യരെ മഹിക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ട്രീറ്റ്മെന്റ് തുടരണമെന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ലേഖ മഹിയോടായിട്ട്. ഡോക്ടറും ഇടുക്കനൊക്കെ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മരുന്ന് ഇത്തിരി കട്ടി കൂടിയതാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോ ഇപ്പോ കുടിക്കാൻ പറ്റുന്ന മരുന്നല്ലേ അദ്ദേഹം തരുന്നത് എന്ന് മഹി ചോദിക്കുന്നുണ്ട് കണ്ണനോടായിട്ട്. എന്നാലും ഇടയ്ക്കും മനം പുരട്ടലൊക്കെ ഉണ്ട്, തന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനതൊക്കെ കുടിച്ചിറക്കുകയാണെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. തൽക്കാലം നീ നിന്റെ ഭാര്യയെ അനുസരിക്കണം, ഇനി ഞങ്ങൾ ഇവിടെയുള്ള സ്ഥിതിക്ക് ഇനി കിടത്തി ചികിത്സ വേണമെങ്കിൽ അതും ചെയ്യാം, അതുകൊണ്ട് നിന്റെ ബിസിനസ് ഒന്നും പൂട്ടിപ്പോകില്ല, ഞാനും ലേഖയും കൂടി അതൊക്കെ നോക്കി നടത്തിക്കോളാമെന്നും അനന്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടായിട്ട്. അങ്ങനെ അവര് പോകാൻ ഇറങ്ങുന്നതും നേരെ വീട്ടിലേക്കാണോ എന്ന് ലേഖ ചോദിക്കുമ്പോ എന്റെ വീട്ടിലൊന്നു കയറണം, അത് കഴിഞ്ഞ് കണ്ണേട്ടന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് മഹി. തുടർന്ന് പോകുന്നതിന് മുൻപ് വീണ്ടും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ലേഖയും മഹിയും കൂടിയിട്ട്. എന്നിട്ട് ലേഖ വീണ്ടും പറയുന്നുണ്ട് എന്ത് വിഷമുണ്ടെങ്കിലും വിളിക്കണം, ഒരു കുരുക്ഷേത്രത്തിലാണ് താമസിക്കുന്നത് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം,
അറിയണം. കണ്ണേട്ടൻ മാത്രമേ മഹിക്ക് തുണയായിട്ടുണ്ടാകൂ. ബാക്കി എല്ലാവരും കൗരവർ പടയാണ്. ആ ബോധം എപ്പോഴും ഉണ്ടാവണമെന്ന് മഹിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ ലേഖ. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും പോവാണ്. അവര് പോയതിനു ശേഷം കണ്ണേട്ടന്റെ എല്ലാ വൈകല്യവും അറിഞ്ഞുകൊണ്ടാണ് മഹി കണ്ണന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള സംശയം നിന്റെ ഇപ്പൊ മാറിയില്ലേ എന്നെല്ലാം ലേഖയോടായിട്ട് അനന്ത് ചോദിക്കുമ്പോ മഹിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ആരെയും ആകർഷിക്കും. എനിക്കിപ്പോ സംശയമൊന്നും ഇല്ല എന്ന് ലേഖ പറയുന്നുണ്ടെങ്കിലും നേരിയൊരു സംശയം നമ്മൾ രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്. ഒരു ർപ്പിച്ചോ കണ്ണന്റെ സ്വഭാവം വെച്ച് ഇനി മഹിയിൽ നിന്നും എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അവൻ തകർന്നു പോവും. അത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പോയതിനേക്കാൾ വലിയ ഷോക്കായിരിക്കും അവനെന്നും അനന്ത് പറയുന്നുണ്ട് കേട്ടോ ലേഖയോടായിട്ട്. പിന്നീട് മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഉണ്ണി ശരിക്കും ഒരു മണ്ണുണ്ണിയാണ്. അവൻ ഇതുപോലത്തെ കൂട്ടുകാർ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ നമുക്ക് ശരിപ്പെടുത്തി എടുക്കാമെന്ന് പ്രതാപൻ പറയുന്നതും അവനെ ശരിയാക്കണം, മറ്റവനെ ശരിപ്പെടുത്തി എടുക്കണം, എങ്കിലും നമ്മുടെ മോൾക്ക് സന്തോഷം കാണാൻ പറ്റൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നതും കമലേശ്വരത്തെ വണ്ടിയാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. കാറിൽ നിന്നും മഹി ഇറങ്ങുന്നത് കണ്ടിട്ട് മഹാറാണിയാണല്ലോ, മഹാരാജാവ് കൂടെ ഉണ്ടോ എന്തോ എന്നെല്ലാം മുത്തശ്ശി പറയുന്ന നിമിഷം തന്നെ കണ്ണനും കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങുന്നത് കാണുന്നതും ദേവസേനയ്ക്കൊപ്പം ബാഹുബലി ഉണ്ടെന്നെല്ലാം കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. മഹിയാണെങ്കിൽ കാറിൽ നിന്നും കവറൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് കൂട്ടുകാർ കൊടുത്തയച്ച സമ്മാനങ്ങളൊക്കെ അമ്മച്ചിയെ കാണാൻ വന്നതായിരിക്കുന്നെല്ലാം മുത്തശ്ശി വീണ്ടും മഹിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അവര് വരുന്നതും ജർമ്മനിയിൽ നിന്നുള്ള ഫ്രണ്ട്സിന്റെ കൂടിയായിരുന്നു അല്ലേ ഇന്നലെ താമസം എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ശേഷം കണ്ണൻ അവരോടായിട്ട് പറയുന്നുണ്ട്, അനന്തവും ലേഖയും വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം അവരുടെ ഒപ്പമായിരിക്കും താമസം. പിന്നെ ഇയാളുള്ളത് കൊണ്ട് ഇത്തവണ ഒരു ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോ ഇവളുള്ളത് കൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം, കുറച്ചു ദിവസം താമസിച്ചിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അങ്ങനെ താമസിച്ചാലും അനന്തവും ലേഖയ്ക്കും സന്തോഷമാവുള്ളൂ. ഇനി അവർ ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും വന്നും പോയി ഇരിക്കുന്നെല്ലാം കണ്ണൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് നീ ഇങ്ങനെ കണ്ണിൽ കണ്ട കൂട്ടുകാരുടെ പിന്നാലെ നടക്കുകയും അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയൊന്നും അല്ല ഇപ്പൊ ചെയ്യേണ്ടത്. ഏതോ ഒരു വൈദ്യരെ പോയി കണ്ട് ചികിത്സിച്ചില്ലേ, അയാള് തരുന്ന മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കാൻ നോക്കണം എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ ആക്കിക്കൊണ്ട് സംസാരിക്കുമ്പോ അതെല്ലാം കഴിച്ചിട്ട് എല്ലാം പുറത്തേക്ക് വന്നെന്നാണല്ലോ കേട്ടത് എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ഇപ്പൊ ഡോസ് കുറഞ്ഞ മരുന്നാണ് ഡോക്ടർ തരുന്നത് എന്നും പറയുന്നുണ്ട്. ഇത്തിരി ഡോസ് കൂടിയ മരുന്നാണെങ്കിൽ എന്താ മാറ്റം ഉണ്ടാവുമെങ്കിൽ അത് മഹാഭാഗ്യമല്ലേ എന്നെല്ലാം മുത്തശ്ശി വീണ്ടും കണ്ണനെയും മഹിയെയും ആക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. നട്ടലിന് ക്ഷതം പറ്റിയത് ഇനി എങ്ങനെ മാറ്റം ഉണ്ടാവാനാണെന്ന് പ്രതാപനും പറയുന്നുണ്ട്. തുടർന്ന് അമ്മ എവിടെയെന്ന് മഹി ചോദിക്കുമ്പോൾ അവള് നീരാട്ടൊക്കെ കഴിഞ്ഞ് ഉണങ്ങാൻ നിൽക്കുകയാണ് എന്നെല്ലാം ഇങ്ങനെ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇത് കേട്ട് മഹിയും കണ്ണനും വല്ലതാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് വെയിൽ കായാൻ നിൽക്കുകയാണോ എന്ന് അറിയില്ല എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹി പോയതിനു ശേഷം അവൾക്ക് ഇങ്ങനെ കണ്ടിടം തിരഞ്ഞു നിൽക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് കണ്ണനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ അതങ്ങ് പറ എന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവളുടെ ജാതകമൊക്കെ നോക്കി അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് 2 കെട്ടുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോ ഒന്നിലധികം കെട്ടില്ലേ അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതുകൊണ്ട് അവളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോ കയറൊന്ന് മുറുക്കുന്നത് നല്ലതാണെന്ന് പ്രതാപനും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്നത് കണ്ണനാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിലായിരുന്നില്ലേ അവള് എന്നിട്ട് ഏകദേശം എന്തെങ്കിലും കേൾപ്പിച്ചു എന്ന് കണ്ണൻ ചോദിക്കുമ്പോ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് ഇത് കേട്ട് ദേഷ്യം വരുന്ന കണ്ണൻ പറയുന്നുണ്ട്, ഇത്തരം ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം മകൾക്ക് നൽകുന്നതാണ് നല്ലത്. എന്റെ ഭാര്യയെ പറ്റി എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അയാളെ എങ്ങനെയുള്ള ആളാണെന്ന് 100% എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ, ഞാനും അമ്മയും ഒക്കെ അവളെ 10-22 വർഷമായിട്ട് കാണുന്നതാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോ കാഴ്ചയ്ക്ക് മങ്ങലുള്ളവർക്ക് ഏതൊരാളെ കണ്ടാലും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കാഴ്ച തെളിഞ്ഞവരുടെ മുന്നിൽ നല്ലവരോ കെട്ടവരോ എന്ന് തിരിച്ചറിയാൻ ഒരു നിമിഷം മതി എന്നെല്ലാം അവർക്ക് ഉരുളയ്ക്കുടരും പോലെ കണ്ണൻ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അവന്റെ ഒരു സംസാരം കേട്ടില്ലേ എന്നെല്ലാം മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ കണ്ണനെ കുറിച്ച്. അതിനുശേഷം മഹാലക്ഷ്മിയെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മോഹിക്ക്. തുടർന്ന് അനന്തുവിന്റെയും ലേഖയുടെയും വിശേഷങ്ങളെല്ലാം മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മി. ഉണ്ണിയേക്കാൾ കണ്ണേട്ടന് വിശ്വാസം
വിശ്വാസവും സ്നേഹവും ഒക്കെ അനന്തുവേട്ടനോടാണ്. അനന്തുവേട്ടന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ലേഖ നല്ലൊരു കമ്പനിയാണെന്ന് മുനിയോട് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് ആ ജ്വല്ലറി ബോക്സ് എടുത്ത് കാണിച്ചതിന് ശേഷം എനിക്കിത് ലേഖ പ്രസന്റ് ആയിട്ട് തന്നതാണ്. ഇതും കൊണ്ട് കമലേശ്വരത്തേക്ക് പോകാൻ പറ്റില്ല. കരുണയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എല്ലാവരും കളിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ളില് നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിത് അമ്മയ്ക്ക് തരാന്ന് കരുതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്വല്ലറി ബോക്സ് മോഹിനിയുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ മഹി. ആ നെക്ലസ് കാണുന്നതും ഇതെന്തിനാ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഇത് എന്റെയും കണ്ണേട്ടന്റെയും ആഗ്രഹമാണ് അമ്മയ്ക്ക് ഇത് തരണമെന്ന്. അമ്മ ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വേണം നടക്കാൻ എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ, മോളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഉണ്ടാവണം, കണ്ണന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം, അതേ അമ്മയ്ക്ക് പ്രാർത്ഥനയുള്ളൂ എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, ഇപ്പൊ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ, അതിന് സാവകാശം ഫലം കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അതുകൊണ്ട് അതിനിടയ്ക്ക് കിട്ടുന്ന ഇത്തരം സന്തോഷങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അമ്മ ഇനി എന്റെ രണ്ടാനച്ഛന്റെയും അയാളുടെ അമ്മയുടെയും മുന്നിൽ ചൂളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ വേറൊരു വീടെടുത്ത് തരാമെന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചോളാനും കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം മഹി പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഇത്തിരി വഴക്കും അടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. കരുണയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടി, അവൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഉണ്ണി അവൾക്ക് പറ്റിയ പയ്യനാണ്. അതുപോലെ മോളുടെ ജീവിതവും നന്നാവണം. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം ഈ അമ്മയ്ക്ക് ഈ ജന്മം കിട്ടാനില്ല എന്നെല്ലാം മോഹിനി പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണ് എന്നെ കാണാറുള്ള എന്നെ കണ്ട് ഫലപ്രവചനം നടത്താറുള്ള അമ്മ പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ ഇതുവരെ തെറ്റിയിട്ടില്ല. കണ്ണേട്ടന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ നെക്ലസ് അമ്മയുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് പറയുന്നുണ്ട്, അമ്മയെ ഈ പ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് മക്കളെക്കാളും സുന്ദരിയാണ്. അമ്മയ്ക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് എന്റെ രണ്ടാനച്ഛൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് അമ്മയെ കണ്ണാടിയുടെ കൊണ്ട് ചെന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഈ വയസ്സിൽ ഇങ്ങനെ സുന്ദരിയായിട്ട് നടന്നിട്ട് എന്തിനാന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ, ഇനി ഇങ്ങനെ വേണം അമ്മ പുറത്തേക്കൊക്കെ പോകാൻ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ സുന്ദരിയായിട്ട് വേണം പോകാൻ. തുടർന്ന് അമ്മ വാ, ഇവിടെയുള്ളവരൊക്കെ അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ കണ്ണന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മഹി. ഇതേ സമയം പ്രതാപനാണെങ്കിൽ കൂട്ടുകാരനും കുഞ്ഞുങ്ങളില്ലല്ലോ, അതുകൊണ്ട് എന്റെ മോളുടെയും മരുമകന്റെയും കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ലാളിച്ചു നടക്കാം, ദത്തെടുക്കാനൊന്നും പോകണ്ട എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മഹി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും നടക്കും എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രതാപനും മുച്ചിയും. എല്ലാം നീ ഇങ്ങനെ അവളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ, എന്റെ വിവാഹശേഷം എന്റെ ഭാര്യയുടെ തീരുമാനത്തിന് തന്നെയാണ് ഞാൻ മുൻഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ണനും നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോ അവളെ എങ്ങനെയാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നതും എന്റെ ധിക്കരിച്ച് എന്റെ ഭാര്യ ജീവിക്കില്ല എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കണ്ണന്റെ മറുപടി കേട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട് മുച്ചിയും പ്രതാപനും കൂടിയിട്ട്. ഇതേ സമയം ദേ നോക്ക് കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ നെക്ലസ് അണിയിച്ച് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അത് കണ്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട്. തുടർന്ന് എവിടുന്ന് കിട്ടി ഈ പളുങ്കമാല എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഇത് പളുങ്കമാലയൊന്നുമല്ല, നല്ല അസുര വയല് നെക്ലസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ മനുഷ്യന് വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വൈരമാലയുമായിട്ട് കൊണ്ടിരിക്കുകയെന്നെല്ലാം മുത്തശ്ശി പെറുപെറുക്കുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്തിന് ഈ പ്രായത്തിലൊരു മാല എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇത് ഇടേണ്ട ആൾ ഇട്ടാലേ അതിന് ഭംഗി ഉണ്ടാവൂ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അസൂയോടെ. തുടർന്ന് പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട്, കരുണമോൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷന്റെ അന്ന് ഉണ്ണി കൊടുത്തതാണെന്ന് പറഞ്ഞ് സ്വർണം കൊടുത്തില്ലേ, ഇനി അവൾക്ക് അങ്ങനെ ഇതുപോലത്തെ ഒന്നും കൊടുക്കണ്ട, അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, അവള് ചിലപ്പോൾ മുഖത്തേക്ക് വലിച്ചെറിയും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, അത് വളർത്തദോഷത്തിന്റെ കുഴപ്പമാണ്, നല്ല സംസ്കാരത്തോടെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ടിട്ട്, ദേ കണ്ണ, നീ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ ചേട്ടനായതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ നാവടക്കുന്നത് എന്ന് കരുതി ഞങ്ങളെ ഇങ്ങനെ ഒരുപാട് അധിക്ഷേപിക്കരുത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, ഞങ്ങളുടെ തനി ഗുണം കാണേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ, അതിന് കാണാനൊന്നും ഇല്ല എന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മുത്തശ്ശിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഈ ജന്മം ഇനി രണ്ടുപേർക്കും കുഞ്ഞുങ്ങളൊന്നും ജനിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങി തൃപ്തി അടയെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കില്ല, പക്ഷെ ഈ ജന്മം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ നിൽക്കുന്നത്, പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും കൂടി ദൈവം ആർക്കും കൊടുക്കില്ലല്ലോ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അതിന് മറുപടിയായിട്ട്. തുടർന്ന് ഞങ്ങൾ പോട്ടെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ഇറങ്ങാൻ തുടങ്ങുന്നതും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നെല്ലാം മോഹിനി പറയുന്നതും, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അനന്തുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഓ, ലക്ഷങ്ങൾ വിലയുള്ള നെക്ലസ് ഒക്കെ അല്ലേ കൊണ്ടു കൊടുത്തത്, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പ്രതാപനും മുത്തശ്ശിയും കളിയാക്കി പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നിൽക്കാതെ അവര് പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അവർ ഇറങ്ങിയതിന് ശേഷം ഒരു ദിവസം അവന് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്, അവനെ ഞാൻ എടുത്ത് ഉടുക്കും എന്നെല്ലാം കണ്ണനെ കുറിച്ച് പ്രതാപൻ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, രണ്ടെണ്ണം അവനിട്ട് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അതൊന്നും പറ്റില്ല, അവന്റെ നിയന്ത്രണത്തിലാണല്ലോ കമലേശ്വരം തറവാടും ബിസിനസ്സും എല്ലാം പ്രതാപൻ
പറയുമ്പോ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഒരു മരമണ്ടനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പക്ഷേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ കാണാൻ കുഞ്ചാക്കോ ബോബനെ പോലെ നല്ല ലുക്ക് അല്ലേ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോ ആണിന്റെ സൗന്ദര്യമൊക്കെ കല്യാണത്തിന് മുമ്പേ ഉള്ളൂ, അതിനുശേഷം സൗന്ദര്യം കൂടണമെങ്കിൽ തുട്ട് വേണം, പെണ്ണുങ്ങൾ പറയുന്നത് പോലെ നടത്താനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ എല്ലാം വാടിപ്പോകും എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ശേഷം മഹിയെ സന്തോഷത്തോടു കൂടി യാത്രയാക്കുന്ന മോഹിനിയെ കണ്ടിട്ട് രണ്ടുപേർക്കും സഹിക്കുന്നില്ല കേട്ടോ. നമ്മുടെ കൊച്ചിനെ കുറിച്ച് അവർക്ക് ഒരു ചിന്തയില്ല എന്നെല്ലാം മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് മോഹിനി വരുന്നതും നീ ഇതൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പൊക്കോ, എല്ലാവരും ഒന്ന് കാണട്ടെ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോ എങ്കിൽ പിന്നെ ഇവളുടെ മൂന്നാം കെട്ടും നടക്കും എന്ന് പ്രതാപം പറയുമ്പോ രണ്ടാമതൊരുന്ന് കെട്ടിയത് തന്നെ എന്റെ ഏറ്റവും വലിയ അബദ്ധമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനിടയ്ക്ക് ആ മൂന്നാമതൊരു കെട്ട് അവർക്ക് നല്ല മറുപടി കൊടുത്ത് മോഹിനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് മോഹിനിയെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ട്. അതിനുശേഷം ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് കരുണ പറയുന്നുണ്ട് 10-15 ലക്ഷത്തിന്റെ നെക്ലസ് ആണ് അവൾ ഇട്ടുകൊടുത്തത്, എന്റെ അമ്മയ്ക്ക് കൊടുത്ത കാര്യ പറഞ്ഞത്, ഇനിയിപ്പോ സ്വർണത്തിൽ മുങ്ങിയായിരിക്കും അവള് വരാൻ പോകുന്നത് എന്നെല്ലാം ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ കരുണ. അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് നീ ഇങ്ങനെ പ്രഷർ കൂട്ടാതെ കരുണ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറയുമ്പോ എനിക്ക് പ്രഷർ കൂടാതെ നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോടായിട്ട്. തുടർന്ന് ഉണ്ണി സഹിക്കിട്ട് പറയുന്നുണ്ട് എന്നെ നീ ഇങ്ങനെ കൊച്ചാക്കിയൊന്നും പറയണ്ട, എനിക്ക് കള്ളക്കടത്തിന്റെ ബിസിനസ്സും ഒന്നുമില്ല, കണ്ണേട്ടനെ പോലുള്ള ഫ്രണ്ട്സും ഇല്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോ എന്റെ പ്രശ്നം എന്നോടൊപ്പം അവിടെ ഉള്ളതാണ്, അവൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്, അവളുടെ സ്ഥാനത്ത് മറ്റാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നെല്ലാം കരുണ പറയുമ്പോ നിന്റെ ചേച്ചിയും ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ പറഞ്ഞോ, അത് നിന്റെ അച്ഛനും അമ്മാവനും കൂടി എടുത്ത് കൂട്ടായിട്ടുള്ള തീരുമാനമല്ലേ, അതിപ്പോ എനിക്ക് കോടാലിയായി എന്നെല്ലാം ഉണ്ണി പറയുമ്പോ എന്റെ അച്ഛനെയും മുത്തശ്ശിയൊന്നും കുറ്റം പറയണ്ട, എന്റെ പാദസേവ ചെയ്യാനാണ് വയ്യാത്ത ഒരാളെ അവളുടെ തലയിൽ കെട്ടിവെച്ചത്, അതെങ്ങനെ ഒരു തലവേദന എനിക്ക് ആവുമെന്ന് കരുതിയില്ല എന്നെല്ലാം കരുണയും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം. തുടർന്ന് നിങ്ങൾ ഷൂ പോളിഷ് ചെയ്യാൻ നോക്ക്, ഭാര്യയുടെ മുഖത്ത് തിളക്കമില്ലെങ്കിലും ഷൂ കിടന്ന് മിന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുതുള്ളി അവിടെ നിന്ന് പോവാണ് കേട്ടോ കരുണ ചെയ്തത്. പിന്നീട് മഞ്ജു ആണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അനന്തുവേട്ടനും ലേഖയും വരുമ്പോൾ മുമ്പെയൊക്കെ എന്ത് സന്തോഷമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല, ഇനി അവൾക്കല്ലേ എല്ലാം കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും കൂടി തിരിച്ചെത്താണ്. ഡിക്കി തുറന്ന് പെട്ടികളൊക്കെ എടുത്തു വെക്കുന്നതെല്ലാം ദുർഗാദേവിയും മഞ്ജുവും കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് വലിയൊരു കവർ എടുത്തു തരാനും കണ്ണൻ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവരകത്തെത്തുകയാണ് കേട്ടോ. അപ്പോ അവര് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അല്ലേ മോനെ എന്ന് ദുർഗ ചോദിക്കുന്നുണ്ട് കണ്ണനോടായിട്ട്. ഇതേ സമയം കരുണയും ഉണ്ണിയും താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് ഇത്തവണയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, കരുണ കൂടി ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോ എനിക്ക് ആരുടെയും സമ്മാനങ്ങൾ വേണ്ട എന്നെല്ലാം അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ കരുണ ഇവിടെ നിന്നും. ആരും നിർബന്ധിക്കുന്നില്ല എന്ന് ഉണ്ണിയും തിരിച്ചു നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. സാധാരണ ഇത്തരം സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ആദ്യം ഓടി വരുന്നത് മഞ്ജു ആയിരുന്നു, പിന്നെ ഉണ്ണിയും. ഇപ്പോ കരുണയുടെ ഭർത്താവ് ആയതിനു ശേഷം അവൻ ഇതൊക്കെ വാങ്ങിയാൻ മടി കാണൂ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയെ കുറിച്ച്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടോ എന്ന് കണ്ണൻ മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടി കൊടുക്കുകയാണ് മഞ്ജു. അതിനുശേഷം വലിയ പെട്ടി നിറയെ മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ നിന്നും നിനക്ക് ഇഷ്ടപ്പെട്ടതെടുത്തിട്ട് ബാക്കി ഇയാൾക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് മഞ്ജുവിനോടായിട്ട് കണ്ണൻ. അത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ അത് വേണ്ട, ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഫോറിൻ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, മഞ്ജു എടുത്തിട്ട് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന് മഹിയും പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോടായിട്ട്. അമ്മയ്ക്കുള്ളതും തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പെട്ടി നിറയെ സാധനങ്ങൾ ദുർഗയ്ക്കും കൊടുക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് കരുണയ്ക്കുള്ളത് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞാണ്, അതെന്റെ വയറ്റിലുണ്ടെന്നെല്ലാം മഹിയെയും കണ്ണനെയും വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് താൻ വാന്ന് പറഞ്ഞുകൊണ്ട് മഹിയെയും കൂട്ടിക്കൊണ്ട് കണ്ണനകത്തേക്ക് പോവാണ്. മഞ്ജു ആണെങ്കിലും ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ്. ശേഷം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ എന്ന് കരുണ ദുർഗയോടായിട്ട് ചോദിക്കുമ്പോൾ മോള് പറഞ്ഞത് 100% സത്യമാണ്, ഞാനത് പറയുന്നതിന് മുൻപ് മോള് പറഞ്ഞു എന്ന് മാത്രമെന്ന് കരുണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ കണ്ണേട്ടനെ ഇത്രത്തോളം കൊച്ചാക്കി സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് കരുണയോട് പറയുമ്പോൾ എനിക്ക് അതിന് ഒരു കുഴപ്പമില്ല, ഞാൻ അയാളുടെ തണലിലൊന്നും അല്ല കഴിയുന്നത്, എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട്, എന്നെ പൊന്നുപോലെ നോക്കാൻ എന്റെ അച്ഛനും മുത്തശ്ശിയുണ്ട്, അതുകൊണ്ട് ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ എന്തും പറയും എന്നെല്ലാം അഹങ്കാരത്തോടെ ഉണ്ണിയുടെ മുഖത്ത് നോക്കിയും പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിൽ ആ പെട്ടി തുറന്നു നോക്കുന്നതും അതിലുള്ള സാധനങ്ങളൊക്കെ കണ്ട് ശരിക്കും കണ്ണു തള്ളി പോവാണ് കേട്ടോ. ഇതേ സമയം കരുണയും അവിടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ കണ്ട് കൊതിയോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കരുണയും. തുടർന്ന് ഏട്ടത്തെ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ബാക്കി തന്നാ മതി എന്നെല്ലാം മഞ്ജു പറയുമ്പോ അതൊക്കെ നോക്കിയിട്ട് പുച്ഛത്തോടുകൂടി കരുണ പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ച് സ്പ്രേകളും മാലയും വളയല്ലേ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്നത് എന്നെല്ലാം പുച്ഛത്തോടുകൂടി പറയുമ്പോ ഇത് ഇവിടെയൊന്നും കിട്ടില്ല ഏട്ടത്തി എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു
ഇതിൽ നിറയെ സ്വർണവും ജർമ്മൻ ഗോൾഡും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെയാണെന്ന് എന്ന് വീണ്ടും പുച്ഛത്തോടുകൂടി സംസാരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് അനന്തുവേട്ടനും ലേഹയ്ക്കും കണ്ണേട്ടനെയും മഹിയെ പോലെയും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ചോദിക്കുന്നതെല്ലാം കിട്ടുമെന്നെല്ലാം പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആരെയും സോപ്പിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടിയിട്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നെല്ലാം അഹങ്കാരത്തോടു കൂടി സംസാരിക്കാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. തുടർന്ന് ആ സ്പ്രേ എടുത്ത് പൂശിയതിനു ശേഷം എന്തൊരു ഇനി ഇതിന്റെ മണത്തെ കുറിച്ച് പറയാനുള്ള ഈ റൂം മുഴുവൻ ഇത് പരക്കുമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് വീണ്ടും ഇതൊക്കെ ഇവിടെ കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കരുണ ചെയ്യുന്നത്. ശേഷം മഞ്ജു വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് വെറും ഒരു സ്പ്രേ എന്ന് കരുതി നമ്മളെ വില കുറിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതെങ്ങാനും ഇട്ട് പൂശിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എങ്ങാനും പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകും ഇതും ഫോറിൻ സാധനമാണെന്ന് എന്നെല്ലാം മഞ്ജുവും പറയുന്നുണ്ട് കരുണയോടായിട്ട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ഇതുപോലുള്ള മണമൊന്നും എനിക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കരുണ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ നിറയെ ദുർഗന്ധമാണ്. കണ്ണേട്ടൻ കൊടുത്ത സാരിയും ഇതുപോലൊക്കെയുള്ള പെർഫ്യൂമും പൂശി അവള് പുറത്തു പോട്ടെ. ആ സാഗറാണെങ്കിൽ അവളുടെ പിറകിൽ നിന്ന് മാറില്ല. അതോടുകൂടി അവളുടെ ശല്യം തീരുമെന്നെല്ലാം മഹിയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ഏട്ടത്തിയും ഇങ്ങനെ ഒരു പെർഫ്യൂം എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോ എന്ന് കരുണ ചോദിക്കുന്നതും അന്ന് നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് ഏട്ടത്തി ഈ പെർഫ്യൂം അല്ലേ അടിച്ചത് എന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്